കേരളത്തിൽ ഡ്രഗ് യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 to 15 ഇയേഴ്സിലാണ് ഓൺ ആവറേജ്. ആൻഡ് പേരൻസ് നോട്ടീസ് ചെയ്യാൻ ഏകദേശം 2 ഇയേഴ്സ് എടുക്കും. ഈ 2 വർഷത്തിലാണ് മാക്സിമം ഡാമേജ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 സൈൻസ് പറയാം. ഒരു സൈനൊക്കെ ആണെങ്കിൽ പാനിക് ആവണ്ട, പക്ഷെ ഒന്നിലധികം സൈൻസ് ഉണ്ടെച്ചെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കണം. 1, വിഡ്രോവൽ. കുട്ടി ഭയങ്കര സീക്രട്ടീവായി, ആരോടും അധികം സംസാരിക്കുന്നില്ല, മുമ്പ് താല്പര്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആൻഡ് പുതിയ ഫ്രണ്ട്സ് വരുന്നു, ആൻഡ് ഫ്രണ്ട്സിനെ വീട്ടുകാരെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. 2, സ്ലീപ്പ്. ഉറക്കം രാത്രി തീരെ വരുന്നില്ല, രാവിലെ നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ണുകൾ ചുവന്നിരിക്കുക, ആൻഡ് കണ്ണിൻ്റെ പ്യൂപ്പിൾസ് കൃഷ്ണമണി അൺയൂഷ്വലി ലാർജ് ഓർ വളരെ ചെറുതായിട്ട് കാണുക. 3, സ്കൂൾ ഡ്രോപ്പ്. ഗ്രേഡ് സഡൻലി ഫോളോ ചെയ്യുന്നു, കുട്ടി സ്കൂളിൽ പോകാൻ തീരെ താല്പര്യം കാണിക്കുന്നില്ല, ആൻഡ് സ്കൂൾ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. 4, ഫിസിക്കൽ ചേഞ്ചസ്. വെയ്റ്റ് ലോസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂക്കുന്ന് ചോര വരൽ, ആൻഡ് അവരുടെ ബ്രെത്തിലോ യൂണിഫോമിലോ ഒരു അൺയൂഷ്വൽ ഓർ പെക്യുലിയർ സ്മെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. 5, ഫ്രീക്വൻ്റ്ലി പണം ചോദിക്കുക ആൻഡ് വീട്ടിൽ നിന്ന് പൈസ കാണാതാവുക. ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്കംസ് ബെറ്റർ ആവും, പക്ഷേ ലേറ്റ് ആവും തോറും ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട്. ആൻഡ് വൺ മോർ തിങ്, ഇതൊരു പാരൻറ്റിങ് മിസ്റ്റേക്ക് അല്ല, ദിസ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ. സോ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ഈ സൈൻസ് നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടരുത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു, സ്വഭാവത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഞാൻ കണ്ടു, നീ ഓക്കെ ആണോ എന്ന് കുട്ടിയോട് ചോദിക്കുക. ആൻഡ് ആസ് ഓൾവേസ് യു ക്യാൻ ആസ്ക് ഫോർ ഹെൽപ്പ്.